ഒരു വലിയ ജനക്കൂട്ടം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യേശു കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ഫിലിപ്പോസ് പറഞ്ഞു, 200 വെള്ളിക്കാശിന് കർത്താവെ, നമ്മൾ അപ്പം മേടിച്ചാലും ഓരോരുത്തർക്ക് ഓരോ കഷ്ണം മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് കടൽക്കരയിൽ നിൽക്കുന്നു. ശിഷ്യന്മാർ 200 മുഴം അകലത്ത് നിൽക്കുന്നു. വെറും 200 മുഴം. യേശുവിൻ്റെ വാക്കിനാൽ പല നിറഞ്ഞു. പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, അത് വെറും 200 മുഴം ദൂരത്താകയാൽ അവർ അത് വലിച്ചുകൊണ്ട് കരയിലേക്ക് വന്നു. ചിന്താഗതികളെ മാറ്റുന്ന ദൈവം. മുമ്പ് തകരുന്ന മാനസിക നില, ഇന്ന് ധൈര്യത്തോടെ പ്രശ്നങ്ങളെ നേരിടുന്ന മാനസിക നില. ആൾക്കാരെല്ലാം പഴയതാണ്, സാഹചര്യം എല്ലാം പഴയതാണ്. പക്ഷേ ഒരാൾക്ക് മാറ്റം വന്ന്, അത് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ നസറത്തിലെ യേശു. ഉയർപ്പിൻ്റെ ശക്തി അവൻ ഇന്നും തരാൻ തയ്യാറാണ്. ഉയർപ്പിൻ്റെ വചനം ഇന്നും തരാൻ തയ്യാറാണ്. എളിയവരെയും ദരിദ്രരെയും രക്ഷിക്കുന്ന ക്രിസ്തു. എളിയവരെ ബലവാന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. ദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന്, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കുന്നു. ഉയർപ്പിൻ്റെ വചനം പണ്ട് അപ്രാപ്യമായിരുന്നു, പ്രയാസമായിരുന്നു. ഇന്ന് അവനത് ഈസിയാക്കി തന്നു. അവൻ്റെ അരുളപ്പാടിലാണ് ഉയർപ്പിൻ്റെ ശക്തിയാണ്. അപ്പോസ്തലന്മാർ പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഞങ്ങൾ സാക്ഷ്യം പറയുന്നു. അവനാൽ നാം ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി വന്നവൻ.